ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു മുട്ട ബിരിയാണിയാണ്. വളരെ പെട്ടെന്ന് സിമ്പിളായിട്ട് നല്ല പെർഫെക്റ്റായിട്ട് എങ്ങനെ മുട്ട ബിരിയാണി ഉണ്ടാക്കാമെന്നുള്ളതാണ് നമ്മളിവിടെ കാണിക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കിയെന്ന് നോക്കിയാലോ. അതിനായിട്ടൊരു 4 കോഴിമുട്ട പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. ഒരു 400 ഗ്രാം അരിയാണ്, കൈമ റൈസാണ്. ഈ ഗ്ലാസ്സിൽ 1.5 ഗ്ലാസ്സാണ് ഉണ്ടാവുക അളവ്. പിന്നെ ഒരു 2 സവോള ഇതേപോലെ കട്ട് ചെയ്തതും, ഒരു തക്കാളി വേണം, പഴുത്ത തക്കാളി, 3 പച്ചമുളക്, ഒരു കഷ്ണം ഇഞ്ചി ഇതേപോലെ കട്ട് ചെയ്യുക, ഒരു 5-8 വെള്ളുള്ളി. ഇത് നമുക്ക് മൂന്നും കൂടെ ചതച്ചെടുക്കണം. പിന്നെ ഒരു പകുതി സവാളയും ഒരു 5-8 കാഷ്യൂ നട്ട്സും കുറച്ച് ഉണക്കമുന്തിരി നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് അതൊന്ന് ചതച്ചെടുക്കാം. മിക്സിയുടെ ജാറിലേക്ക് മൂന്നും കൂടെ ഇട്ട് കൊടുത്തു. ഒരല്പം കല്ലുപ്പ് ചേർത്ത് ജസ്റ്റ് ഒന്ന് കറക്കിയാൽ മതി. ഇതേപോലെ തരിതരിയായിട്ട് തന്നെ നമ്മൾക്ക് അത് ചതച്ചെടുക്കണം. ഇനി ആ കോഴിമുട്ട ഒരു ചീനച്ചട്ടിയിലേക്ക് ചേർത്ത് കൊടുത്തു. തീ ലോ ഫ്ലെയിമിലിടുക. ഒരു 1/2 സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ കോഴിമുട്ട നല്ലപോലെ വരഞ്ഞ് നല്ല വൃത്തിയാക്കിയിട്ട് ഉള്ളതാണ്. ഇനി അതിലേക്ക് ഒരു അല്പം മുളക് പൊടി കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ നല്ലൊരു രുചിയായിരിക്കുമല്ലോ, എല്ലാവർക്കും ഇത് അറിയാൻ പറ്റും. അപ്പോൾ ഇതേപോലെ കോഴിമുട്ട ഒന്ന് ഫ്രൈ ആവുന്ന സമയത്ത് നമ്മളത് വേറെ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തു. ഇനി നമ്മൾക്ക് ആ കൈമ റൈസിലേക്ക് ഒരല്പം വെള്ളം, നികര വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഒരു 10 മിനിറ്റ് ഒന്ന് വെള്ളത്തിൽ കിടക്കട്ടെ. അപ്പോൾ നന്നായിട്ട് നമുക്ക് വെന്ത് നല്ല സോഫ്റ്റായിട്ട് കിട്ടും. ഇനി നമുക്ക് അതിൻ്റെ മസാല ഒന്നും ഉണ്ടാക്കാം. അതിനായിട്ട് ഒരു ഉരുളി അടുപ്പത്ത് വെച്ചു. അതിലേക്ക് 2 സ്പൂണ് ഓയിൽ ഒഴിച്ചു കൊടുത്തു. തീ ലോട്ട് മീഡിയം ഫ്ലെയിമിലാക്കുക. ഓയിൽ ചൂടാകുന്ന സമയത്ത് കട്ട് ചെയ്ത് വെച്ച സവാള ചേർത്ത് കൊടുക്കുക. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മളിത് 4 ആൾക്ക് കഴിക്കാനുള്ള അളവാണ് കാണിക്കുന്നത്. ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെള്ളുള്ളി, പച്ചമുളക് അതുകൂടി ചേർത്തു. ഇനി അതിലേക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വെള്ളുള്ളി ഇഞ്ചി ചതയ്ക്കുന്ന സമയത്ത് അല്പം ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ശ്രദ്ധിച്ച് ചേർത്താൽ മതി. ആ ഒരു തക്കാളി പൊടിയായി കട്ട് ചെയ്ത് അതും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി അല്പം മല്ലിയില കൂടി നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതുകൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഇനി അതിലേക്ക് ഒരു 1/2 സ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/2 സ്പൂൺ അളവിൽ മുളക് പൊടി, ഒരല്പം മഞ്ഞൾപ്പൊടി, ഒരു 1/4 സ്പൂൺ കുരുമുളക് പൊടി, ഒരു 1/2 സ്പൂണിൻ്റെ അടുത്ത് നമ്മൾക്ക് ബിരിയാണി മസാലപ്പൊടിയും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത മുട്ടൻ്റെ പാത്രം കഴുകിയ വെള്ളവും ഒരല്പം ചെറുനാരങ്ങ നീരും കൂടി ചേർത്ത് കൊടുത്തു. ഇനിയിപ്പോൾ ഈ മസാലയിൽ നമ്മൾ അല്പം ഒന്ന് വെള്ളം ഒഴിച്ച് കൊടുക്കണം. ഇപ്പോൾ ഞാനൊരു 2 സ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഒരല്പം കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മളതൊന്ന് ഒരു 3 മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിലിട്ട് അടച്ച് വയ്ക്കുക. ഒരു 3 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോൾ നമ്മൾ ആ തക്കാളിയും സവാളയും എല്ലാം മസാലയൊക്കെ ശരിക്കും സെറ്റായി നല്ല കണ്ടീഷനായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 സ്പൂണ് തൈര് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. അതുകൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ നല്ല ടേസ്റ്റായി, നല്ല ഉപ്പും എരിവൊക്കെ കറക്റ്റായി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഫ്രൈ ചെയ്ത് വെച്ച കോഴിമുട്ടയും കൂടി അതിലേക്ക് ചേർത്തു. ഇനി ആ പാത്രം കഴുകിയ ഒരു 1/2 സ്പൂണ് വെള്ളം കൂടെ ചേർത്ത് ഒന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ മസാല ഒന്ന് ചെറിയൊരു ലൂസിലാണ് വേണ്ടത്, ഒരുപാട് ടൈറ്റ് ആവരുത്. ഇപ്പോൾ ഉപ്പും എരിവെല്ലാം കറക്റ്റായി വന്നിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ഫ്ലെയിം ഓഫാക്കി ഇത് അടച്ച് വെച്ചു. ഇനി നമുക്ക് റൈസ് ഉണ്ടാക്കാനായിട്ട് ഒരു പാത്രം അടുപ്പത്ത് വെച്ചു. അപ്പോൾ നമ്മൾ അതിലേക്ക് ഒരു 3 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് പട്ട, ഗ്രാമ്പ്, ഏലം ഒരു 2 പീസും, പിന്നെ ഒരു ചെറിയ കഷ്ണം ക്യാരറ്റ് നീളത്തിൽ കട്ട് ചെയ്തതും, ആവശ്യത്തിന് ഉപ്പും, ഒരല്പം ബിരിയാണി മസാലയും, ഒരല്പം കുരുമുളക് പൊടിയും ചേർത്ത് ഒരു 3 സ്പൂൺ ഓയിലും കൂടി ചേർത്ത് നമ്മൾ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ വെള്ളം നന്നായി തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ ആ അരി കഴുകി വെച്ച് അതിലേക്ക് ചേർക്കാം. അപ്പോൾ ഇതേപോലെ ചെയ്യാത്തവർ എന്തായാലും ഒന്ന് ചെയ്ത് നോക്കുക. അരിയൊക്കെ ഒരു 10 മിനിറ്റ് നേരത്തെ വെള്ളത്തിലിട്ട് വെച്ചാൽ മതി. ഇനി നമ്മളിതിന്ന് കുറച്ച് വെള്ളം, ആ എക്സ്ട്രാ വെള്ളം ഒഴിച്ചല്ലോ 3 ഗ്ലാസ്, അത് നമ്മൾക്കിത് മുക്കി മാറ്റി വയ്ക്കാം. വേണമെങ്കിൽ ഒഴിച്ചാൽ മതി. ഇനി 1 സ്പൂണ് പാലിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് നമുക്ക് മിക്സ് ചെയ്ത് അവിടെ മാറ്റി വയ്ക്കാം. ഇപ്പോൾ റൈസൊക്കെ ഒന്ന് ശരിക്കും ഒന്ന് തിളച്ച് വരുന്നുണ്ട്. ഈ സമയത്ത് നമ്മൾക്ക് ഒന്ന് അടച്ച് വയ്ക്കാം. ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ച് വെക്കണം. 2 മിനിറ്റ് അടച്ച് വെച്ച് കാണുമ്പോൾ നമ്മൾക്ക് അറിയാൻ പറ്റും വെള്ളമൊക്കെ വറ്റി വരാറായിട്ടുണ്ട്. അല്പം കൂടി നമുക്ക് വേവാനുണ്ട്. നമ്മളൊന്ന് ഫ്ലെയിം കുറച്ചിട്ട് ഒരു 2 മിനിറ്റ് കൂടി അതൊന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ നമ്മളെ റൈസൊക്കെ ശരിക്കും ഒന്ന് വെന്ത് തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾക്ക് അതിലേക്ക് ഒരു 2 സ്പൂണ് നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഒന്നുകൂടി ഫ്ലെയിം കുറച്ച് തന്നെ കൊണ്ടുവരിക. ഇനി അതിലേക്ക് നേരത്തെ കലക്കി വെച്ച പാല്, മഞ്ഞൾപ്പൊടി മിശ്രിതം അതേപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. എന്നതിന് ശേഷം അതിൻ്റെ ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് നമ്മളൊരു 10 മിനിറ്റ് അടച്ച് തന്നെ വയ്ക്കുക. 10 മിനിറ്റ് കഴിഞ്ഞ് നമ്മളത് തുറന്ന് നോക്കുമ്പോൾ കാണാൻ പറ്റും ആ കളറൊക്കെ കണ്ടില്ലേ. അപ്പോൾ വൈറ്റ് കളറായിട്ട് മഞ്ഞ കളറായിട്ട് നല്ലൊരു രസമായിരിക്കും ബിരിയാണി. ഇതേപോലെ മുട്ട ബിരിയാണി ചെയ്യാത്തവർ എന്തായാലും ചെയ്യുക, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാനും പറ്റും. ഇനി നമ്മൾ ആ മസാല ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ആ റൈസ് അതിലേക്ക് ഇതേപോലെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ലോ ഫ്ലെയിമിൽ തന്നെയാണ് ഇടേണ്ടത്. റൈസ് ഫുള്ളായിട്ട് ചേർത്ത് കൊടുത്തു. അതിൻ്റെ മേലെ പൊരിച്ച് വെച്ച ഉള്ളി,
കാഷ്യൂ നട്ട്സ് മുന്തിരിയെല്ലാം ചേർത്ത് അല്പം മല്ലിയിലയും കൂടി ചേർത്ത് നമ്മൾ അടച്ചു വെച്ചു. അപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ ഫ്ലെയിം ഓഫാക്കി കൊടുത്താൽ മതി. പിന്നെ ഒരു 5 മിനിറ്റ് കൂടി കഴിഞ്ഞതിന് ശേഷം നമ്മൾ തുറന്ന് നോക്കുക. അപ്പോൾ അടിപൊളിയായിട്ട് ദം അതിലേക്ക് ശരിക്കുക, റൈസിലേക്കൊക്കെ എന്താ പിടിച്ച് വരുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ തുറന്ന് നോക്കിയപ്പോൾ കണ്ടില്ലതാ നല്ല അടിപൊളി ബിരിയാണി ആയിട്ട് ആ മസാലയൊക്കെ റൈസിലേക്ക് പിടിച്ച് നല്ല സൂപ്പറായിട്ടുണ്ട്. നല്ലൊരു ടേസ്റ്റാണ്. ഞാനിത് വേറെ പാത്രത്തിലേക്ക് പാകത്തി കാണിച്ചു തരാം. അപ്പോൾ എൻ്റെ ഈ മുട്ട ബിരിയാണി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.